എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് 1 യോഹന്നാൻ 4:7 സ്നേഹത്തെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. 1 യോഹന്നാൻ 4:7 പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഈ വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ദൈവസ്നേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുകയും പരസ്പരം സ്നേഹിക്കാൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ സ്നേഹം ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും ദൈവത്തിൽ നിന്ന് ജനിച്ചവർ സ്വാഭാവികമായും ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുമെന്നും അദ്ദേഹം എടുത്തു കാണിക്കുന്നു. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ സ്നേഹം നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ യോഹന്നാൻ സ്നേഹത്തെ വെറുപ്പ്, വഞ്ചന, പാപം എന്നിവയുമായി താരതമ്യം ചെയ്യുന്നു. നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്നത് ഒരു നിർബന്ധമോ കൽപ്പനയോ ആണ്. ദൈവത്തിൻ്റെ സ്വന്തം സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി പരസ്പര സ്നേഹം സജീവമായി പ്രകടിപ്പിക്കാൻ യോഹന്നാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നത് ദൈവസ്നേഹത്തിൻ്റെ ആത്യന്തികമായ ഉറവിടമാണെന്ന് വെളിപ്പെടുത്തുന്നു. മറ്റുള്ളവരോട് നാം പ്രകടിപ്പിക്കുന്ന സ്നേഹം സ്വയം സൃഷ്ടിക്കപ്പെട്ടതോ മനുഷ്യ പ്രയത്നത്തെ മാത്രം ആശ്രയിച്ചുള്ളതോ അല്ല, മറിച്ച് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. സ്നേഹിക്കുന്ന എല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, ദൈവത്തെ അറിയുന്നു. യോഹന്നാൻ സ്നേഹത്തെ ആത്മീയ ജനനവുമായി ദൈവത്തെക്കുറിച്ചുള്ള അറിവുമായും ബന്ധിപ്പിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ ഒരാൾ ദൈവത്തിൽ നിന്ന് ജനിക്കുകയും, അതായത് ആത്മീയമായി പുനർജീവിക്കുകയും അവനുമായി ഒരു ബന്ധം പുലർത്തുകയും വേണം. ഈ സ്നേഹം ഒരു ഉപരിപ്ലവമായ സ്നേഹമല്ല, മറിച്ച് ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധത്തിൽ നിന്ന് ഒഴുകുന്ന ആഴമേറിയതും ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ടതുമായ സ്നേഹമാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ നാം പോരാടേണ്ടതുണ്ട്. അത് ദൈവത്തോട് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു അടയാളമാണ്. സ്നേഹം ഒരു തെളിവായി, അതായത് യഥാർത്ഥ വിശ്വാസികളുടെ ജീവിതം സ്നേഹത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കണം. സ്നേഹപിതാവേ, യഥാർത്ഥ സ്നേഹം ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന പുനഃസ്ഥാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരും അവനെ അറിയുന്നവരും സ്വാഭാവികമായും ഈ സ്നേഹം പ്രകടിപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.